ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് കടലിന്റെ നടുവിലുള്ള ഒരു മനോഹരമായ നഗരം വജ്രങ്ങൾ, സ്വർണം, മറ്റു വിലയേറിയ കല്ലുകളാൽ അലങ്കരിച്ചിരുന്നു. 9 ലക്ഷത്തിലധികം ജനസംഖ്യയുണ്ടായിരുന്നു. ഈ നഗരം വളരെ സമ്പന്നമായിരുന്നു. ഇന്നും അങ്ങനെ നിർമ്മിക്കുക അസാധ്യമാണ്. എന്നാൽ ഒരു ദിവസം ഈ മനോഹരമായ നഗരം പെട്ടെന്ന് കടലിലേക്ക് അപ്രത്യക്ഷമായി. കാലക്രമേണ നമുക്ക് മുന്നോട്ട് പോകാം. അത് 1983 ആയിരുന്നു. ഗുജറാത്തിലെ ഓഖ തീരത്ത് ഒരു വിചിത്രമായ പ്രക്ഷോഭത്തോടെ അറബിക്കടൽ കരയിലേക്ക് ഇടിച്ചു കയറി. ഡൈവിംഗ് ഉപകരണങ്ങൾ സജ്ജീകരിച്ച ഇന്ത്യൻ പുരാവസ്തു ഗവേഷകരുടെ ഒരു സംഘം കടലിന്റെ ഉപരിതലത്തിൽ നിന്നു. നിമിഷങ്ങൾക്ക് ശേഷം ചരിത്ര സങ്കല്പങ്ങളെ ഇളക്കിമറിക്കുന്ന ഒരു കാഴ്ചയ്ക്ക് അവർ സാക്ഷ്യം വഹിക്കാൻ പോകുകയാണെന്ന് ആരും അറിഞ്ഞില്ല. കടലിന്റെ നീല ആഴങ്ങളിലേക്ക് അവർ മുങ്ങുമ്പോൾ മണൽക്കല്ലുകൾക്കും പാറകൾക്കുമിടയിൽ അസ്വാഭാവികമായ എന്തോ ഒന്നവർ കണ്ടു. അത് ഭൂതകാലത്തിന്റെ സാക്ഷ്യമായി നിന്നു. അവരുടെ ശരീരം മരവിച്ചു, അവരുടെ ശ്വാസം നിലച്ചു. അവരുടെ കണ്ണുകൾക്ക് മുന്നിലുള്ള രംഗം ആ ചോദ്യം ചോദിച്ചു: ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പുസ്തകങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന അതേ നഗരമാണോ ഇത്? കടലിൽ ആഴത്തിൽ കുഴിച്ചിട്ടൊരു നഗരം ശരിക്കുമുണ്ടോ? അവരുടെ മുന്നിലുള്ള കാഴ്ച കണ്ട് അവർ അത്ഭുതപ്പെട്ടു. കനത്ത കല്ലുകൾ, മനോഹരമായ കൈവേലകളുള്ള ഉയർന്ന മതിലുകൾ, വെള്ളത്തിനടിയിൽ ഒരു നഗരമുള്ളതുപോലെ തോന്നി. ഇത് മറ്റാരുമല്ല, ഭഗവാൻ കൃഷ്ണന്റെ മുങ്ങിപ്പോയ നഗരമായ ദ്വാരകയായിരുന്നു. സുഹൃത്തുക്കളെ, പുരാതന കാലം മുതൽ മഹാഭാരതം, രാമായണം തുടങ്ങിയ ദിവ്യഗ്രന്ഥങ്ങൾ പുരാണങ്ങളായി, അതായത് കഥകളായും പറഞ്ഞിട്ടുണ്ട്. ആ കഥകളിലൊന്നിൽ ഈ മനോഹരമായ ദ്വാരകാ നഗരം എഴുതിയിട്ടുണ്ട്. വളരെ കാലമായി ഇതൊരു സാങ്കല്പിക കഥയായും വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ 1983-ൽ ഡോക്ടർ SR റാവുവും സംഘവും ഈ നഗരം കണ്ടെത്തിയപ്പോൾ ഇത് വെറും കെട്ടുകഥയാണെന്ന് വിശ്വസിച്ചവർക്ക് പുനർവിചിന്തനം നടത്തേണ്ടി വന്നു. വിശദമായ പുരാവസ്തു സർവേകൾക്കും ഗവേഷണങ്ങൾക്കും ശേഷം മഹാഭാരതത്തിലും ഹരിവംശ പുരാണത്തിലും വിവരിച്ചിരിക്കുന്ന ദ്വാരകാ നഗരമാണിതെന്ന് ഡോക്ടർ SR റാവു നിഗമനത്തിലെത്തി. അപ്പോൾ ദ്വാരക പോലുള്ള ഒരു സമ്പന്നമായ നഗരം ഒറ്റയടിക്ക് വെള്ളത്തിൽ മുങ്ങാൻ കാരണമെന്താണ്? ഡോക്ടർ റാവുവും മറ്റു പുരാവസ്തു ഗവേഷകരും അവരുടെ ഗവേഷണത്തിൽ എന്താണ് കണ്ടെത്തിയത് അവരെ അത്ഭുതപ്പെടുത്തി. അതുകൊണ്ട് ഇന്നത്തെ ഡോക്യുമെന്ററിയിൽ സമുദ്ര തിരമാലകൾ അവശേഷിപ്പിക്കേണ്ടിയിരുന്ന ദ്വാരകയുടെ നിർമ്മാണത്തിന്റെ കഥ, ആകാശത്തെ ഇളക്കിമറിച്ച ശാപത്തിന് പിന്നിലെ സത്യം, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാണങ്ങളെ കരയിലേക്കോ കടലിലേക്കോ കൊണ്ടുവന്ന ചരിത്രപരമായ കണ്ടെത്തലിന്റെ മുഴുവൻ പ്രക്രിയയും നമ്മൾ പഠിക്കും. ഡോക്ടർ SR റാവുവും സംഘവും കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആളുകൾ വെറും കെട്ടുകഥയാണെന്ന് കരുതിയ ഒരു നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ എങ്ങനെ കണ്ടെത്തിയെന്ന് നമ്മൾ പഠിക്കും. ആധുനിക കാലത്തെ ശാസ്ത്രജ്ഞർ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മതിലുകൾ, തൂണുകൾ, നങ്കൂരങ്ങൾ, മഹാഭാരത യുദ്ധത്തിലെ പുരാവസ്തുക്കൾ സമുദ്രത്തിൽ എങ്ങനെ കണ്ടെത്തിയെന്നും നമുക്ക് കാണാം. അതിനാൽ ഈ ആവേശകരമായ യാത്ര ആരംഭിക്കാം. ഇവിടെ പുരാണങ്ങളും ശാസ്ത്രവും ഒരുമിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സ്വർണമായിരുന്ന, ശപിക്കപ്പെട്ട, അവസാനം തിരമാലകളിൽ മുങ്ങിയ ഒരു നഗരത്തിന്റെ കഥ പറയുന്നു. എന്നാൽ അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഹരേ കൃഷ്ണ എന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുക. ദ്വാരകയും സമാപനവും വന്നിരിക്കുന്നു. ഇതാണ് മഹാഭാരതത്തിലെ ദ്വാരക. വളരെ കാലം മുമ്പ് മധുരയിൽ കംസന്റെ ഭയം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ കൃഷ്ണൻ അവനെ കൊന്ന് നഗരത്തെ അവന്റെ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. അതിനുശേഷം കൃഷ്ണൻ മധുരയിൽ സ്ഥിരപ്പെട്ടു. എന്നാൽ കംസന്റെ മരണം കംസന്റെ അമ്മനായ ജരാസന്ധനെ കോപപ്പെടുത്തി. അദ്ദേഹം മധുരയെ 17 തവണ ആക്രമിച്ചു. ഈ ആക്രമണങ്ങളിൽ കൃഷ്ണൻ വിജയിച്ചെങ്കിലും ഈ ആവർത്തിച്ചുള്ള ആക്രമണങ്ങളിൽ അസ്വസ്ഥനായ കൃഷ്ണൻ മധുര വിടാൻ തീരുമാനിച്ചു. ഈ തീരുമാനം അദ്ദേഹത്തെ ഒരു അസാധാരണ നഗരം നിർമ്മിക്കാൻ പ്രേരിപ്പിച്ചു. ദ്വാരകയിലെ ഭഗവാൻ കൃഷ്ണൻ കടൽ തീരത്ത് പോയി കടൽ ദേവനോട് പ്രാർത്ഥിച്ചു: ഹേ വരുണ, എന്റെ ജനങ്ങൾക്ക് സമാധാനവും സുരക്ഷയും ആവശ്യമാണ്. ഒരു പുതിയ നഗരം നിർമ്മിക്കാൻ നിന്റെ മടിയിൽ നിന്നൊരു കഷ്ണം ഭൂമി എനിക്ക് തരൂ. വരുണൻ പുഞ്ചിരിച്ചുകൊണ്ട് അത് ഭഗവാൻ കൃഷ്ണന് നൽകി. സമുദ്രത്തിന്റെ മധ്യത്തിൽ ഏകദേശം 153.6 കിലോമീറ്റർ ഭൂമി അദ്ദേഹം ദാനം ചെയ്തു. ഇതിനുശേഷം ഈ മനോഹരമായ നഗരം നിർമ്മിക്കാനുള്ള ഉത്തരവാദിത്വം വാസ്തുശില്പിയായ ദേവനായ വിശ്വകർമാവിനെ ഏൽപ്പിച്ചു. ഒടുവിൽ അദ്ദേഹം ഈ മനോഹരമായ നഗരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. കൊട്ടാരങ്ങൾ ആകാശം തൊടുന്നതായി തോന്നി. ചുവരുകൾ സ്വർണം കൊണ്ടും തറകൾ വെള്ളി കൊണ്ടും നിർമ്മിച്ചു. നഗരത്തിനു ചുറ്റും വലിയ കവാടങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നഗരത്തിന് ദ്വാരക എന്ന് പേരിട്ടത്. അതിൻ്റെ അർത്ഥം കവാടങ്ങളുടെ നഗരമെന്നാണ്. സുഗന്ധപൂരിതമായ പൂക്കളുടെ സുഗന്ധം വായുവിൽ നിറഞ്ഞു നിന്നു. തെരുവുകളിൽ മയിലുകൾ നൃത്തം ചെയ്തു. മധ്യത്തിലുള്ള ശ്രീകൃഷ്ണന്റെ കൊട്ടാരം സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ തോന്നി. തുറമുഖത്തേക്ക് നേരിട്ട് നയിക്കുന്ന രീതിയിലാണ് നഗരത്തിലെ റോഡുകൾ നിർമ്മിച്ചിരുന്നത്.
കടൽ വ്യാപാരത്തിനായി പ്രത്യേക ഡോക്കുകൾ നിർമ്മിച്ചിരുന്നു. ഇവിടെ കപ്പലുകൾക്ക് എളുപ്പത്തിൽ നങ്കൂരമിടാൻ കഴിയും. അക്കാലത്ത് നഗരത്തിൽ ജലവിതരണത്തിനായി ഒരു ജല ഡ്രെയിനേജ് സംവിധാനമുണ്ടായിരുന്നു. ഇത് വളരെ അപൂർവമായി കണക്കാക്കപ്പെട്ടിരുന്നു. ശുദ്ധജലക്കുളങ്ങളും സമൃദ്ധമായ പൂന്തോട്ടങ്ങളും അലങ്കരിച്ച വിപണികളും ഈ നഗരത്തെ മനോഹരമാക്കുക മാത്രമല്ല, പൂർണ്ണമായും സ്വയം പര്യാപ്തമാക്കുകയും ചെയ്തു. ഭാഗവത പുരാണമനുസരിച്ച് ദ്വാരകയിൽ ചന്ദ്രക്കല്ല്, വജ്രങ്ങൾ, രത്നങ്ങൾ, സ്വർണം എന്നിവ കൊണ്ട് നിർമ്മിച്ച 900-ലധികം മനോഹരമായ കൊട്ടാരങ്ങളുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് തൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഈ കൊട്ടാരങ്ങൾ പണിതത്. ബലരാമൻ, രുക്മിണി, സത്യഭാമ, ജാംബവതി, മറ്റു രാജ്ഞികൾ എന്നിവർക്കായി പ്രത്യേക കൊട്ടാരങ്ങൾ. ഈ കൊട്ടാരങ്ങൾ വാസ്തുവിദ്യയുടെ അത്ഭുതങ്ങൾ മാത്രമല്ല, ആത്മീയതയുടെയും ഭക്തിയുടെയും പ്രതീകങ്ങൾ കൂടിയാണ്. എന്നാൽ ഇത് അവസാനമല്ല. ദ്വാരകയെ കാലാതീതമാക്കുന്ന അധ്യായം ഇപ്പോൾ ആരംഭിച്ചു. ദേവന്മാരാൽ അലങ്കരിച്ചതും കാലത്താൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതും ദൈവം തന്നെ സ്ഥാപിച്ചതുമായ ഒരു നഗരം, പക്ഷേ ഘടന നിലനിൽക്കുന്നിടത്ത് നാശം കാത്തിരിക്കുന്നു. ദ്വാരകയുടെ ഈ സുവർണകഥയ്ക്ക് ശേഷം നിഴലുകളിൽ ഒരപ്രതീക്ഷിത ശാപം തങ്ങി നിൽക്കുന്നു. മഹാഭാരത യുദ്ധം അവസാനിച്ചു. യോദ്ധാക്കളുടെ ശരീരങ്ങൾ പൊടിയിൽ കിടക്കുന്നു. ആയുധങ്ങൾ ചിതറിക്കിടക്കുന്നു. ഭൂമി രക്തത്താൽ ചുവന്നിരിക്കുന്നു. കൗരവർ നശിപ്പിക്കപ്പെടുന്നു. ഗാന്ധാരി തൻ്റെ പുത്രന്മാരുടെ ദുരവസ്ഥയിൽ കോപാകുലയാണ്. ഭഗവാൻ കൃഷ്ണൻ ഈ യുദ്ധം ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഈ യുദ്ധം ഒരിക്കലും സംഭവിക്കില്ലായിരുന്നുവെന്ന് അവൾ വിശ്വസിക്കുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല. കോപാകുലയായ ഗാന്ധാരി, എൻ്റെ രാജവംശം നശിച്ചതുപോലെ നിങ്ങളുടെ രാജവംശവും നശിപ്പിക്കപ്പെടുമെന്ന് ഭഗവാൻ കൃഷ്ണനെ ശപിച്ചു. ഈ ശാപം യദുരാജവംശത്തിൻ്റെ നാശത്തിന് അടിത്തറയിട്ടു. എന്നാൽ ദ്വാരകയുടെ നാശത്തിന് മറ്റൊരു കാരണമുണ്ടായിരുന്നു.